Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാൻ ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീഫ് വരട്ടിയത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1.5 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ആദ്യമേ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് നമ്മൾ വരട്ടുന്നതിന് മുമ്പേ തന്നെ ബീഫ് കുറച്ച് വേവ് അധികമുള്ള ഐറ്റം ആണല്ലോ, അപ്പോൾ ആദ്യമേ ബീഫ് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഈ മസാലയും ബീഫും കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ മസാലയൊക്കെ ശരിക്കും ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ഒന്ന് കൈകൊണ്ട് കുഴച്ച് കൊടുക്കുക. എന്നിട്ടിത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3 വിസിൽ വരെ വരുന്ന വിധത്തിൽ കുക്കറിൽ വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ 3 വിസിൽ വരെ വേവിച്ച് വിസിൽ പോയതിന് ശേഷം തുറന്നെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ബീഫ് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളവും നെയ്യും ഒക്കെ ഉണ്ടാവും. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബീഫ് വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 ഉണക്കമുളക് ഒന്ന് ഒടിച്ചെടുത്ത് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സവാള വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. പിന്നെ നമ്മൾ ആദ്യമേ തന്നെ ബീഫ് വേവിച്ചപ്പോഴേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ സവാള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴേ നമ്മുടെ ബീഫ് വരട്ടിയതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഈ ഒരു പാകത്തിന് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഞാൻ നേരത്തെ തന്നെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു വേവിച്ചപ്പോൾ തന്നെ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി നമ്മൾ 1 ടീസ്പൂണേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എരിവിന് കൂടുതൽ കുരുമുളക് പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് ഇനി ആ മസാലയിൽ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. മസാല ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇറച്ചിയിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ വേവിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. ഇനി ഈ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വെള്ളം വറ്റി കിട്ടുന്നത് വരെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇറച്ചി ആവശ്യത്തിനുള്ള വേവ് ആയിട്ടുണ്ട്. കാര്യം 3 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെന്ത് പോകരുത് ബീഫ്. ഇനി ഈ മസാലയിൽ കിടന്ന് ഇതേപോലെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ. അപ്പോൾ തന്നെ കുറച്ച് നേരം വരെ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചപ്പോൾ തന്നെ ഒരുവിധം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായി അരിഞ്ഞും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ല വരട്ടിയ പാകത്തിന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.